മനസ്സോർമ്മ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ബൾഗേറിയയിലെ മെഡിസിൻ 5th ഇയർ പഠിക്കുന്ന കെസിയ റെജിയാണ്. താൻ എൻ്റെ ഹസ്ബൻഡ് മൂത്ത ചേട്ടൻ്റെ കൊച്ചുമോള് കൂടെയാണ്. താനിവിടെ ആയിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷവും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇനി തൻ്റെ നാവിൽ കൂടെ തന്നെ അനുഭവം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് കെസിയ. എൻ്റെ പപ്പ മമ്മി അവർ ഖത്തറിൽ സുവിശേഷം അറിയിക്കുന്നു. ഇവിടെ പാസ്റ്ററാണ്. എൻ്റെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്ററായിരുന്നു ചേർച്ചിൽ. അതിൽ 3rd ജനറേഷൻ പെനക്കോസ്റ്റൽ ഫാമിലി പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്ന ഫാമിലിയിൽ 3rd ജനറേഷനായിട്ട് ഞാൻ ജനിച്ചു. എൻ്റെ അമ്മച്ചിയാണ് ആദ്യം യേശുവിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത്. അതിന് മുമ്പ് ഞങ്ങൾ ജ്ഞാനായ യാക്കോബൈറ്റ്സ് ആയിരുന്നു. അമ്മച്ചി കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലായിരുന്നു. അമ്മച്ചി യേശുവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടായത്. അത് വരെ യേശു ആരാണെന്നോ അതിനെക്കുറിച്ച് വലിയതായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ ജനിച്ചത് വിശ്വാസത്തിൻ്റെ ഒരു വീട്ടിലോട്ടാണ് ഞാൻ ജനിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ദൈവത്തിൽ കൂടുതൽ അടുക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അമ്മച്ചി ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഉള്ളിൽ അമ്മച്ചി ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് നല്ല ഭാരവും അതുപോലെ തന്നെ അതിൽ എൻകറേജ് ചെയ്തു ഒത്തിരി. എൻ്റെ മമ്മി ആണേലും എൻ്റെ പപ്പ ആണേലും രണ്ടുപേരുടെ ലൈഫ് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. അവരുടെ വിശ്വാസ ജീവിതം എന്നെ ഒത്തിരി നന്നായി പഠിപ്പിച്ചെടുത്തു. കൊച്ചിലെ തൊട്ടേ ഞങ്ങൾ അമ്മയുടെ അടുത്ത് ചെല്ലും, മമ്മി ഇന്ന സാധനം വേണം, അല്ലെ പേന വേണം, പെൻസിൽ വേണം, ഒരെണ്ണം വാങ്ങിച്ചു തരാമോ? അപ്പം മമ്മി പറഞ്ഞു, നീ ചെന്നിരുന്ന് പ്രാർത്ഥിക്കേ, ദൈവം നിനക്ക് വേണ്ടി തരും. അപ്പം ഞങ്ങൾ പോയിരുന്നു പ്രാർത്ഥിക്കും. ദൈവം എവിടെ നോക്കിയോ സാധനം, അതുപോലെ ഉടുപ്പ്, എന്തായാലും എല്ലാ കാര്യവും ഞങ്ങൾ പ്രാർത്ഥിച്ച് മമ്മി അങ്ങനെ ഞങ്ങളെ ട്രെയിൻ ചെയ്തിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചിലെ എനിക്ക് എൻ്റെ ബ്രദർ, എൻ്റെ അനിയന് ഹെഫ, ഞങ്ങൾ കുഞ്ഞിലെ എനിക്കൊരു 10 വയസ്സ് കാണും. അപ്പം ഞങ്ങൾക്ക് ഒരു വണ്ടി വേണം, പുതിയത്. എല്ലാവർക്കും പുതിയ വണ്ടി ഉണ്ടോ? നമ്മൾ പറഞ്ഞ അച്ഛയോട് പറഞ്ഞ, അച്ഛൻ നമുക്ക് വണ്ടി മേടിക്കാം. അച്ഛൻ പറഞ്ഞു, നമുക്കവിടെ കാശി പ്രാർത്ഥിക്കും ദൈവത്തോട്. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും ആദ്യം പ്രാർത്ഥിക്കുന്ന കർത്താവേ പുതിയ വണ്ടിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങൾക്ക് എനിക്കൊന്ന് 3 മാസമോ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അച്ഛയ്ക്കൊരു പുതിയ വണ്ടി കൊടുത്തു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടല്ലോ, പപ്പായുടെയും മമ്മിയുടെയും മാത്രമല്ല, അത് നിങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ കേൾക്കുന്നത്. അത് മാത്രമല്ല കമ്പനി ജോലിയുമാണ്. കമ്പനി അന്ന് എനിക്ക് തോന്നുന്നു ഷെൽഫ് കമ്പനിയിലെ ജോലി, സെയിൽസ് മാനേജർ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി വേണമെന്നൊരു ആഗ്രഹം. അപ്പൊ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം തരും എന്നുള്ള വിശ്വാസം. അപ്പൊ അച്ഛനോട് പിന്നെയും ചെന്ന് ചോദിച്ചു, അച്ഛൻ നമുക്ക് പുതിയ വണ്ടി വേണം. നീ ഇത് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് ഒരു വണ്ടി ദൈവം തന്നല്ലേ, പിന്നെയും ദൈവം തരും, അത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മതി. പിന്നെ ഞങ്ങൾ തുടങ്ങി പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ ഇയറിൽ ഞങ്ങൾക്ക് കമ്പനി തന്നെ ബ്രാൻഡ് ന്യൂ കാർ അച്ഛയുടെ പേരിൽ അന്ന് എഴുതി കൊടുത്തു. കാരണം അച്ഛക്ക് വെളിയിൽ പോകണമായിരുന്നു. അപ്പൊ അച്ഛയുടെ പേരിൽ ആ വണ്ടി തന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ ചെറിയ കാര്യമാണേലും വലിയ കാര്യമാണേലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ സംഗതി കിട്ടും എന്ന് പഠിച്ചു, മനസ്സിലായി. അപ്പൊ അങ്ങനെ ട്രെയിനിങ്ങിലാണ് വളർന്നു വന്നത്. അപ്പൊ ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പം യേശുവിനെ അറിയാം. കാരണം ഇങ്ങനെ ഒരു ഫാമിലിയിലാണല്ലോ പാഷന്റെ മോളെ. കുഞ്ഞു തൊട്ടേ മമ്മി പറയായിരുന്നു 2.5 വയസ്സ് തൊട്ടേ ഞാൻ അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറയുന്നു. എനിക്ക് ഓർമ്മയില്ല. എന്നാൽ പോലും അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എന്നാ ഞാൻ പ്രാപിച്ചെന്ന്. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് അഭിഷേകം ഉള്ളത്. അങ്ങനെ ജീവിച്ചു വന്നു. എനിക്കൊരു ടീനേജ് ലൈഫ് ആയപ്പോഴത്തേക്ക് നമ്മൾ സ്ട്രഗിൾസ് വന്നപ്പോഴത്തെ ദൈവം പിടിച്ചു. ദൈവം സ്നേഹം എന്താണ് ദൈവം തന്നു. അതിനെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സഹായിച്ചു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത് ദൈവമാണ്, യേശുവാണ്. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എന്തായാലും എനിക്ക് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും എൻ്റെ പപ്പായനും മമ്മിയും ഈ വർഷിപ്പ് ചെയ്യുന്ന ഈ ദൈവത്തെ എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ആരെയും വേണ്ട. എൻ്റെ ലൈഫിൽ അല്ലാത്തൊരു ലൈഫ് എനിക്ക് ഇഷ്ടമില്ല. അതിൽ എനിക്ക് ഐ സോ ദ പ്ലഷർ. അവര് എൻജോയ് ചെയ്യുന്നത് കണ്ടത്. അപ്പൊ മോക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ എനിക്ക് 12 വയസ്സ്. 12 വയസ്സിൽ ഞാൻ ഡിസിഷൻ എടുക്കണം. നല്ലൊരു സമയമാണ് അല്ലേ? മോക്ക് ലൈഫ് വാസ് വെരി ഈസി എന്ന് പറഞ്ഞാല് കൊച്ചിലെ തൊട്ട് അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം കിട്ടി. പക്ഷെ സംബഡി പെയ്ഡ് എ പ്രൈസ്. മോടെ അമ്മച്ചി ഒത്തിരി കഷ്ടം സഹിച്ചതാ.
എനിക്കറിയാവുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ പ്രാവശ്യം അപ്പച്ചനെ തല്ലു കൊണ്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. മദ്രാസിൽ ജോലിയായിരുന്നു, അപ്പച്ചൻ കാശ് പോലും അയക്കത്തില്ലായിരുന്നു. നീ എന്ന് ഈ വിശ്വാസം വിട്ട് തിരിച്ചു വരുമോ അന്ന് ഉർവാശം ഒരു എഴുത്ത് എഴുതി ഞാൻ ഓർക്കുന്നുണ്ട്. നീ ഇതെല്ലാം വിട്ട് ഞാൻ വരുമ്പം ഈ എക്സ്പീരിയൻസ് എല്ലാം വിട്ട് വന്നില്ലെങ്കിൽ നിന്നെ 16 കഷ്ണമാക്കി ചാക്കി കെട്ടി തമ്പിയുടെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടിടുവന്നു. അപ്പൊ എന്നാൽ അതിന്റെ ഒന്നും മധ്യത്തിൽ അമ്മച്ചി കുലുങ്ങിപ്പോയിട്ടില്ല. എന്നാൽ താൻ വിശ്വസിച്ച വിശ്വാസം അതൊരു മതത്തിന്റെ വിശ്വാസമല്ലായിരുന്നു. സത്യവേദ പുസ്തകം എന്ത് പറയുന്നു അതനുസരിച്ച് വന്നുകൊണ്ടാണ് പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലും ഒന്നും പതറാതെ. അല്ലേ മോളെ? ഗോതമ്പിന് നിലത്ത് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. അന്ന് അമ്മച്ചി ആ ചാകുന്ന അനുഭവത്തിന് വേണ്ടി കഷ്ടതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തോണ്ട് ഇന്ന് ഒരു കതിര് വരും, അതിൽ നിന്നൊരു ബഞ്ച്, ആ ബഞ്ചാ മോള് അല്ലേ? അന്ന് നിലത്ത് വീണ് ചാകാൻ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് കുടുംബം, മക്കള്, മരുമക്കള്, കൊച്ചുമക്കള് എല്ലാവരും യേശുവിനെ സ്നേഹിക്കുക. അനേർക്ക് ഈ സത്യം അറിയത്തില്ല. അയ്യോ, ഞാൻ പോയാൽ എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമില്ല, എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ യഥാർത്ഥമായി ഭർത്താവിനെ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ ഇവിടെ ചോറും കറിയും മോരും കാച്ചി മീനും കറി വെച്ച് കൊടുക്കുകയല്ല, അവരെ സ്വർഗരാജ്യത്തിൽ പ്രസന്റ് ചെയ്യണം. അമ്മ ചെയ്ത അതാ. കഷ്ടങ്ങൾ കൂടെ കടന്നു പോയതുകൊണ്ട് നിങ്ങളെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രസന്റ് ചെയ്യാൻ ഇടയായിത്തീർന്നു. പറഞ്ഞിട്ട് പോണേ. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിലെ പാസ്റ്റർമാരൊക്കെ പറയായിരുന്നു മെഡിസിൻ ആണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പോൾ കൊച്ചിലെ ഒട്ടേ പ്രൊഫസീസ് ഉണ്ടായിരുന്നു മെഡിസിന് പോകുമെന്ന്. പക്ഷെ ഞാൻ അത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. കാരണം ഞാൻ തന്നെ മെനക്കെടാഞ്ഞത് കൊണ്ട് ഞാൻ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. അപ്പോൾ സമയമായപ്പോഴത്തേക്ക് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം എന്നെ വാഗ്ദത്തം ചെയ്തതല്ല, ഞാൻ വിശ്വസിക്കാമെന്ന് ദൈവത്തോട് പറഞ്ഞു. അപ്പൊ എൻ്റെ മുന്നിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നു. കാരണം ഒന്നും നടക്കുന്നില്ല. ആൾക്കാരാണേലും ചോദിക്കുന്നു എന്താ, എനിക്ക് ഡൊണേഷൻ കൊടുത്തു പോകാൻ ആഗ്രഹിക്കില്ല. അപ്പൊ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, കാരണം എനിക്ക് അത്ര മാർക്കില്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ് 69% എങ്ങാണ്ട് ഉള്ളായിരുന്നു 12th. അപ്പം അതനുസരിച്ച് ഈവൻ ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ പോലും 70% വേണം. എല്ലാ ഡോസും ദൈവം അങ്ങ് അടച്ചു. അവിടെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനായി 1% പോയത്. അത് ഒത്തിരി എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ് അതുകൊണ്ട്. കാരണം ദൈവം നമ്മളെ ചലഞ്ച് ചെയ്തത്. ആ സമയത്ത് പപ്പായും മമ്മിയും അച്ഛയമ്മയും നന്നായിട്ട് മുന്നോട്ട് ദൈവം അല്ലേ നമ്മളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ദൈവം. അപ്പൊ എല്ലാ ആൾക്കാർ പറഞ്ഞു മെഡിസിൻ ഹാർഡല്ലേ, ഒത്തിരി പഠിക്കാനുണ്ട്, എങ്ങനെ അത് നടക്കുന്നത്, എന്റെ മാർക്സ് എന്നെ കാണിക്കുന്നില്ല ഞാൻ എഫിഷ്യന്റ്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇഫ് യു വാണ്ട് മീ, ഇത് എടുക്കാൻ ദൈവത്തിന് ഇത് എന്നെ കൊണ്ട് എടുക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ബുദ്ധിയും കൃപയും തരണം. കാരണം അന്നല്ല എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങ് തന്നെ എനിക്ക് വേണ്ടി ഒരു മിറക്കിൾ ചെയ്ത് ഇതെന്റെ കൈ കൊണ്ട് തരണം. എന്റെ കൈ ഐ ഡോണ്ട് ഹാവ് കോൺഫിഡൻസ്. എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഇല്ല. ഞാൻ ദൈവത്തിലാണ് എന്റെ കോൺഫിഡൻസ്. ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. വിശ്വാസത്തിന്റെ ആ സമയം ഞാൻ 1 year വെയിറ്റ് ചെയ്യേണ്ട വന്നു. ആ ടൈമിൽ എൻ്റെ വിശ്വാസം ഒത്തിരി താന്നു പോയി. ചില ആൾക്കാരുടെയൊക്കെ ഇത് കേട്ടു, കമന്റ്സ് കേട്ടു. പിന്നെ ചിലവർ പറഞ്ഞു പാസ്റ്റർമാർ ഒത്തിരി പറയും, എൻ്റെ ജീവിതത്തിൽ പാസ്റ്റർമാർ പറഞ്ഞു, പക്ഷെ അത് നടന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എൻ്റെ വിശ്വാസ കുറവും കൊണ്ട് ഇത് നടക്കാതിരിക്കാൻ ഐ എം നോട്ട് റെഡി. പാസ്റ്റർമാര് പറഞ്ഞാൽ നടക്കത്തില്ല, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നടക്കും അല്ലേ? മോളോട് പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോ നമ്മളുടെ ഒരു ഫാക്ടർ ഉണ്ട്, നമ്മൾ ചൂസ് ചെയ്യണം, വിശ്വസിക്കാം. നോയോട് പറഞ്ഞ പോലെ നോയോട് ദൈവം പറഞ്ഞു മഴ പെയ്യും, പക്ഷെ അത് വിശ്വസിക്കാൻ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കണം. മഴ കണ്ടിട്ട് പോലും ഇല്ല, അന്നുവരെ മഴ പെയ്തിട്ടേ ഇല്ല അല്ലേ? അപ്പൊ അന്നുവരെ എന്റെ ഒരു ജീവിതത്തിൽ 69% ഉള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം ഞാൻ പറഞ്ഞു. വേറെ ആരോ ചോദിച്ചു നിനക്ക് കേപ്പബിലിറ്റി ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ? പറഞ്ഞു സാരമില്ല, എന്റെ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ കുറയ്ക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അത്രത്തോളം വിശ്വസിക്കാം, അത്രത്തോളം ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഈ സമയത്ത് തന്നെ ഭയങ്കര ഹാർഡ് ടൈം ആയിരുന്നു. എൻ്റെ 0 ഒരു ഗ്രാഫ് എടുത്തിട്ട് കഴിഞ്ഞാൽ 0 ലെവലിൽ പോയ ടൈമുണ്ട്. പക്ഷെ അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് പ്ലീസ് ഗിവ് മീ സം ഫെയ്ത്ത്, ഇൻക്രീസ് മൈ ഫെയ്ത്ത്, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക. ആ സമയത്ത് ദൈവം ആരെങ്കിലും അയക്കുവോ അല്ല എന്നോട് സംസാരിക്കുവോ ചെയ്ത് ദൈവം എന്നെ വിശ്വാസത്തിൽ എന്നെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഓഗസ്റ്റ് 2006 ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞു. ഞാനാണെങ്കിൽ വേറെ ഒരു അഡ്മിഷന് വേണ്ടി
എല്ലാവരും ഇങ്ങനെ എഞ്ചിനീയറിങ്ങിന് വേണ്ടി പ്രൊസീഡ് ചെയ്തിട്ട് ഇനി സമയം പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏതായാലും മനസ്സില്ലാതെ മനസ്സോടെ അതിനെ അഗ്രി ചെയ്തു. പക്ഷെ എനിക്കറിയാം എന്റെ ദൈവം ലാസ്റ്റ് മിനിറ്റിൽ പ്രവർത്തിക്കുമെന്ന്. നമ്മുടെ കർത്താവ് 4-ാം യാമത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്റെ അച്ഛക്ക് വേണ്ടി ഐ തിങ്ക് 10 വർഷം മുമ്പ് ഡിപ്പോർട്ട് ചെയ്തതാ. അപ്പൊ ലാസ്റ്റ് മിനിറ്റിലാണ് ദൈവം ഖത്തറിന്ന് ഡിപ്പോർട്ട് ചെയ്തില്ല, അത് തിരുത്തി എഴുതി ഞങ്ങളെ അവിടെ നിർത്തിയത്. അപ്പൊ ഇതുള്ളതുകൊണ്ട് എന്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഐ എം ഷുവർ ഗോഡ് വിൽ വർക്ക്. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാണ്. അല്ലേ പോലും ദൈവം പ്രവർത്തിച്ചില്ലേ പോലും ദൈവം പിന്നെ പ്രവർത്തിക്കും. ആരാണ്ട് എന്നോട് ചോദിച്ചു, ഇന്ന് നടന്നില്ലേ പിന്നെ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് 99 വയസ്സായാലും ദൈവം പറഞ്ഞാൽ അതിപ്പോ ഞാൻ എഞ്ചിനീയർ ആയാലും സാരില്ല, എഞ്ചിനീയർ ആയിട്ട് പിന്നെ നമുക്ക് ഡോക്ടറിന് പഠിക്കാമല്ലോ. ഡസന്റ് മാറ്റർ. ദൈവം പറഞ്ഞാൽ അത് പറഞ്ഞതാ, അതിലൊരു മാറ്റവുമില്ല. കാരണം ദൈവം പറയുന്നുണ്ട്, ദൈവത്തിന് വചനത്തിന് വള്ളിയും പൊള്ളിക്കും വ്യത്യാസമില്ല. എന്റെ മമ്മി ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, സ്റ്റഡി ഇൻ യൂറോപ്പ് മെഡിസിൻ. എന്നെ നമ്മൾ അതിനു വേണ്ടി പ്രൊസീഡ് ചെയ്തു. എല്ലാം ദൈവം ഓപ്പൺ ചെയ്തു വന്നു അപ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ ഓർത്ത ഒരു ബൾഗേറിയ എന്ന് പറഞ്ഞത് ഞാൻ പോലും കേട്ടിട്ടുണ്ട് രാജ്യം, പക്ഷെ അതിന്റെ ക്യാപിറ്റൽ ഒന്നും എനിക്ക് അറിയത്തില്ല. എന്റെ കർത്താവ് ഇത് എങ്ങോട്ടായി പോകുന്നത് ദൈവം പറഞ്ഞു. കാരണം ദൈവം നേരത്തെ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിലാണ് നിന്നെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അത് ഓർത്തു, ഓ യെസ്, ദൈവം ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, നമ്മൾ റെഡിയായി മുന്നോട്ട് പോയി. ദൈവം നമുക്ക് വേണ്ടി ഓരോ വാതിലുകൾ തുറക്കാൻ തുടങ്ങി. നമ്മൾ വിശ്വസിച്ചു. എന്നിട്ട് അവിടെ ഞങ്ങൾ ഇന്റർവ്യൂവിന് പോയി. 14 പേരുണ്ടായിരുന്നു ഞങ്ങൾ. 14 പേരിൽ 8 പേർക്ക് വിസ റെഡി ആയുള്ളൂ, ബാക്കി എല്ലാവരും റിജക്റ്റ് ചെയ്തു വരും. അതുപോലെ അത് കഴിഞ്ഞ് അവിടെ ചെന്നും എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അവിടെ കണ്ടുമുട്ടിയ എംബസിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പൊ അവരോട് ഇങ്ങനെ അവരുടെ സ്റ്റോറി ചോദിച്ചപ്പോഴത്തേക്ക് അവരും ഉപവാസവും പ്രാർത്ഥനയാലും എല്ലാം ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളാ. അവര് മൊത്തം അറിയുന്നില്ലേ പോലും, ചിലവരൊക്കെ ഭാഗ്യമായി അറിയുന്നവരായിരുന്നു. പക്ഷെ ദൈവം ബിലീവ് ഇൻ ഗോഡ്, ദൈവമാണ് ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് അവർക്ക് ഉള്ളില്. അപ്പൊ ഞങ്ങൾക്ക് എന്തോ തോന്നി, ഇതിലെന്തോ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള സ്റ്റുഡൻസ് കിസിയുടെ പ്രായമുള്ള അനേകം ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും മാൻസ് ഇമ്പോസിബിലിറ്റി ഈസ് ഗോഡ്സ് പോസിബിലിറ്റി. നമുക്ക് അസാധ്യം എന്ന് പറയുമ്പോൾ ആ ദൈവം അതിനെ സാധ്യമാക്കുന്നത്. അതുപോലെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന എൻ്റെ ബലം. അപ്പം നമുക്കെല്ലാം ബലമുണ്ട്, പിന്നെ ദൈവത്തിന്റെ ബലത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ 70% അപ്ലൈ ചെയ്യാമെങ്കിൽ അവിടെ 69 കൊണ്ട് കർത്താവ് നിർത്തി. എന്നാൽ ഇതൊരു വലിയ ടെസ്റ്റ് മണിയാണ്, വിശ്വാസത്തിന്റെ ടെസ്റ്റ് മണി. പലപ്പോഴും നമ്മൾ ഹൃദയം ഭാരപ്പെട്ടു പോകും, ക്ഷീണിച്ചു പോകും. ഞാൻ ഒത്തിരി പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ മെഡിസിന് പോകണം, അല്ലെ എഞ്ചിനീയറിംഗിന് പോകണം, എന്തെങ്കിലും ഒരു ആഗ്രഹം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ ഡിപ്രസ്ഡ് ആകുക, പിന്നെ അങ്ങ് ഡിജക്റ്റഡായി ഡിപ്രസ്ഡായി, പിന്നെ അവർക്കൊന്നും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, അവർക്ക് അഡ്മിഷനും കിട്ടത്തില്ല, അവരുടെ പഠിത്തവും നടക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ കെസിയ ഇവിടെ പറഞ്ഞു, ഇതെല്ലാമായിട്ടും താഴെക്കിടയിലായിട്ടും അവളവിടെ പിടിച്ചു നിന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പം ആ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇതുപോലെ ഡിജക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കെസിയ 1 വർഷം ഒന്നും ചെയ്യാതെ ഭാരപ്പെട്ടിരുന്നല്ലോ, അതുപോലൊരു ബ്രാക്കറ്റ് പീരീഡിലാണ് നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക, നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളുകയും ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, മക്കളെങ്കിൽ അവകാശികൾ. ഈ മകളായിട്ട് പിതാവിനോട് വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കെസിയ നീതിമാനാണോ? ഓഫ് കോഴ്സ്. എന്തുകൊണ്ടാ? ദൈവം അവളെ നീതീകരിച്ചു. പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ഒരു ശുദ്ധീകരണത്തിലേക്ക് വരാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഇപ്പൊ കെസിയായി പോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമോ? അവൾ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടു, അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ? നിശ്ചയമായിട്ടും നിങ്ങൾ അവളെ പോലെ ആയിത്തീരണം. നിങ്ങളൊരു ദൈവത്തിന് പൈതലായിത്തീരണം. അത് നിങ്ങളൊന്നും ചെയ്യണ്ട. യേശുവെ, എന്നെ നിന്റെ പൈതലാക്കണമേ, എൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. മോള് പറഞ്ഞല്ലോ 12ാമത്തെ വയസ്സിൽ ഷീറ്റ് എടുക്കേണ്ട ഡെസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ വലിയ പ്രതിസന്ധിയെ
നിങ്ങൾക്ക് വലിയ അനുഗ്രഹവും ഒരു വലിയ അടഞ്ഞു കിടക്കുന്ന വാതിലിനെ തുറന്ന് ദൈവം എങ്ങനെ നിങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി ദൈവം അറിയാൻ മേലാത്തൊരു രാജ്യം ഇന്ത്യൻസ് ഇല്ല. ഭയങ്കര ഒരു എന്നാ പറയുന്നത്, നമ്മൾക്ക് അറിയാൻ മേലാത്തൊരു കൾച്ചറാണ്. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരാണ്. അപ്പൊ അവർ കമ്മ്യൂണിസത്തിന് 20 വർഷമായിരുന്നു ഫ്രീഡം കംപ്ലീറ്റ്ലി അവരങ്ങ് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ചെന്ന് കേറി സ്ഥലം കണ്ട് പപ്പ അച്ഛ ആ സ്ഥലം കണ്ട് അച്ഛ ലിറ്ററലി മനസ്സ് തകർന്നു. എങ്ങോട്ടാ കൊണ്ട് ഒന്നാമത് നമ്മൾ പെമ്പിള്ളേക്ക് ഒരു പുതിയ സ്ഥലത്തിന്റെ കൾച്ചർ നല്ലതല്ലെങ്കിൽ ഒത്തിരി പാടുണ്ടായിരുന്നു. അന്ന് എനിക്ക് 19 വയസ്സ് 19 ഇയേഴ്സ് ഉള്ളായിരുന്നു. അപ്പൊ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ എല്ലാം ഡിഫറെന്റ്. ദൈവം ഏതായാലും അച്ഛയ്ക്ക് മനസ്സിന് സമാധാനം കൊടുത്തു. ഞാൻ അവളെ അയച്ചേക്കുന്ന അവിടെ, അതുകൊണ്ട് വിഷമിക്കണ്ട. ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവ് അങ്ങ് അയച്ചതാണ് ഇവിടെ. എനിക്കറിയാൻ മേല, ആരെ അറിയാൻ മേലെങ്കിൽ പോലും അങ്ങ് എന്റെ കൂടെ ഉണ്ട് അതിൽ. കാരണം ഇതുവരെയും ദൈവമാണ് നടത്തിയത്. ഇത്രത്തോളം ദൈവം അന്ത്യത്തോളം ദൈവം നിർത്താൻ ശക്തി എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് കുറച്ച് റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ദൈവം തന്നെ ഒരു പോറൽ പോലും പറ്റാതെ ദൈവം ഞങ്ങളെ കാത്ത് സൂക്ഷിച്ചു. ആ സമയത്താണേലും എനിക്കൊരു പ്രാവശ്യം ചിക്കൻ പോക്സ് ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ വന്നു. എനിക്ക് ഇതുവരെ ചിക്കൻ പോക്സ് വന്നിട്ടില്ല. അച്ഛയും മമ്മിയും ചിക്കൻ പോക്സ് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ദോഹയിലായിരുന്നു. അപ്പൊ കൂടെ ഞങ്ങളെയും കൊണ്ടു. അച്ഛയ്ക്കും മമ്മിക്കും വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ചിക്കൻ പോക്സ് ഞങ്ങൾ. അപ്പൊ ആണേല് എന്റെ കുറച്ച് സീനിയേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു പുള്ളിക്ക് ഇതുവരെ, പുള്ളി മുസ്ലിമാ, പുള്ളി എന്നോട് ബൈബിൾ എടുത്ത് തുറന്നിട്ട് പറഞ്ഞു, ആ ഒരു വാക്യമുണ്ടല്ലോ, എന്താ ഹാനികരമായി കുടിച്ചാലും ഹാനി വരികയില്ല, മരണകരമായി എന്ത് കുടിച്ചാലും ഹാനി വരികയില്ല. നീ ഒരു ട്രൂ ക്രിസ്ത്യൻ ആണെങ്കിൽ നീ എന്തേലും എടുത്ത് കുടിക്കണം, എന്നാലേ എന്നിട്ട് നമുക്ക് പ്രൂവ് ടെസ്റ്റ് ആണിത് എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു ദൈവത്തെ നമ്മൾ പരീക്ഷിക്കാൻ ആരും ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് ദൈവം പറയുന്നത്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ ഒരു ബേസ്റ്റ് ഉണ്ടാകുന്നത്, ചിക്കൻ പോക്സിന്റെ. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ, കിട്ടാത്ത പിള്ളേർക്കെല്ലാം ചിക്കൻ പോക്സ് വന്നു. ഈ പുള്ളിക്കും ചിക്കൻ പോക്സ് വന്നു. ദൈവം എന്നെ അതിൽ നിന്ന് സൂക്ഷിച്ചു. ദൈവത്തെ കാരണം ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ കാര്യമാണ് അവരുടെ മുമ്പിൽ, അല്ലേ മോളെ? ബിഗ് ടെസ്റ്റിമണി. അത് നമ്മളെ കർത്താവ് പ്രൂവ് ചെയ്യാനായിട്ട് അവരെ കാണിച്ചു. പിന്നെ ഇതിന് മോള് പറഞ്ഞു പപ്പായും മമ്മിയും പോയി പ്രാർത്ഥിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും നമ്മുടെ പിതാവും മാതാവും നമ്മുടെ മുമ്പിൽ അവർ ജീവിച്ച് കാണിക്കുന്ന ഏറ്റവും വലിയ ടെസ്റ്റിമണി, അല്ലേ? അപ്പൊ ഇത് നമ്മളെ പ്രേക്ഷകർ കേൾക്കുന്നവരെ നിശ്ചയമായും നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പിൻപറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ജീവിച്ച് കാണിക്കുന്നില്ലെന്നുള്ള. അപ്പൊ മോൾ ആ ക്രിട്ടിക്കൽ പൊസിഷൻ അവിടെ വന്നപ്പോ മോൾ ഓർത്തു, എന്റെ അച്ഛയും മമ്മിയും പോയിട്ട് അവർക്ക് വന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, വിശ്വാസം ഉറപ്പിക്കുന്നത്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പോലും തിങ്ക് ചെയ്തില്ല അങ്ങനെ ദൈവം ചെയ്യോ. പക്ഷെ ദൈവം അവിടെ നമ്മളെ മാനിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് ഞങ്ങൾ 3 മാസം ചർച്ചില്, ഞങ്ങൾക്ക് ആരെ അറിയില്ല അവിടെ. അപ്പം പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞായറാഴ്ച ആരാധന ഒന്നും മുടക്കാതെ ലൈഫ് മൊത്തം പാസ്റ്റർ, ഓൾ മൈ ലൈഫ് അച്ഛൻ പാസ്റ്റർ. നമ്മള് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പോകും. വലിയ വിഷമമായ കർത്താവ് ഞങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി എവിടെയെങ്കിലും കിട്ടുമോ ചോദിച്ചു, ഒന്നും കാണുന്നില്ല. ഇല്ല 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ സെൻട്രൽ കൂടെ നടന്നു പോയപ്പോ ഒരു ഇംഗ്ലീഷ് ആർട്ടിസ്റ്റ്, സിംഗറാ പുള്ളിക്കാരത്തി, റിബേക്ക സെന്റ് ജെയിംസ്, അറിയായിരിക്കും പുള്ളിക്കാരത്തി, ക്രിസ്ത്യൻ സിംഗർ. പുള്ളിക്കാരുടെ പോസ്റ്റർ കണ്ട പുറത്തു ആരെങ്കിലും ക്രിസ്ത്യാനികളല്ലേ, പെന്തക്കോസ്തുകാരല്ലേ, വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ പുള്ളിക്കാരത്തിയെ കൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരത്തിയെ അറിയിച്ചാൽ നമുക്ക് ചിലപ്പോൾ എല്ലാം ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിക്കാരത്തിക്ക് ഒരു മെയിൽ അയച്ചു. ഞാനിങ്ങനെ സോഫിയല്ല, എനിക്ക് പുള്ളിക്കാരത്തിയുടെ കൺസേർട്ട് അപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു ചർച്ച് വേണം, നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളിക്കാരത്തി യൂറോപ്യൻ ടൂറിനത് ടൂർ മാനേജറിന് പാസ് ചെയ്ത് ഞാനിപ്പോ പോകുന്ന പ്രസന്റ് ചർച്ചിൽ അസിസ്റ്റന്റ് പാസ്റ്ററിന് മെയിൽ സെൻഡ് ചെയ്തു. എന്നിട്ട് അവരെന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ സർവീസ് ഉണ്ട്, എവിടെ സ്ഥലം എല്ലാം പറഞ്ഞു. ഞങ്ങൾ വെനസ്ഡേ ഈവനിങ്ങിൽ ഞാനും എന്റെ റൂംമേറ്റ് സിമി രണ്ടുപേരും കൂടെ ടാക്സി, അപ്പൊ ബൾഗേറിയൻ പറയാൻ അറിയത്തില്ല, ഫോൺ എടുത്തിട്ട് ടാക്സി ഡ്രൈവറിനോട് പറഞ്ഞു എന്നാ കേട്ടോ എവിടെ സ്ഥലം കൊണ്ടാക്കി. ഞങ്ങൾ അവിടെ കയറി ചെന്ന് കുറച്ച് ആൾക്കാരെ ഉള്ളു, 30 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ
200-300 പേരുള്ള ചർച്ച ദൈവം അവിടെ കൊണ്ട് എത്തിച്ചു അല്ലെ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ആ പോസ്റ്റർ കാണാനും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കാംക്ഷയുണ്ടെങ്കിൽ അതനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഒത്തിരി സന്തോഷമായി. കാരണം ദൈവം അവിടെ കൊണ്ട് നിർത്തി. അതുപോലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ശരി. അപ്പൊ നമ്മളെ മോളെ അപ്പം കർത്താവ് മെഡിസിന്റെ ആഗ്രഹം കുഞ്ഞിനെ തൊട്ട് തന്നു. ദൈവാത്മാവ് സംസാരിച്ചു. അവിശ്വാസത്തിന്റെ പടവുകളിൽ കൂടെ പിടിച്ചു നിന്നതിന്റെ ഫലമായിട്ട് മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ബൾഗേറിയയിൽ കൊണ്ടുപോയി അവിടെ ചർച്ചിലും കൊണ്ടെത്തിച്ചു അല്ലേ. ദാറ്റ്സ് വണ്ടർഫുൾ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമായില്ല. കൊച്ചു പ്രായമേ ഉള്ളുവെങ്കിലും ആ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് കർത്താവിനെ രുചിച്ചറിയുവാൻ, യഹോവ നല്ലതെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആ വിശ്വാസം ഇന്ന് എത്രയോ പ്രായമുള്ളവർക്കില്ലാത്ത വിശ്വാസമാണ് ഈ കൊച്ചു കുഞ്ഞിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവളുടെ ജീവിതത്തിൽ അവൾ പറഞ്ഞ ഓരോ ചെറിയ കാര്യം തൊട്ട്, അതെന്തുകൊണ്ടാണ്? ചെറുപ്പം തൊട്ടേ മാതാപിതാക്കൾ അത് പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ടാണ്. നീ സ്വർഗത്തിലെ ഡാഡിയോട് ചോദിച്ചേ, കർത്താവ് നിശ്ചയമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവരൊരിക്കലും ആ വഴി വിട്ട് മാറത്തില്ല. എനിക്കും അനുഭവം തന്നെയാണ്. ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്. അവരെ ഇത് പറഞ്ഞ് തന്നെ ഞങ്ങൾ പഠിപ്പിച്ച് ഇന്നിപ്പം ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി വിശ്വാസത്തിൽ അവർ വളർന്നു. അവരുടെ A to Z റേസർ ബ്ലേഡ് തൊട്ട് ഫീസ് വരെ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഒക്കെ പഠിച്ചപ്പം പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം നൽകിക്കൊടുത്തു. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ 21, 40 ഒക്കെ ഉപവസിക്കാറുണ്ട് പലരും. ഉപവാസം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെയാ ചിന്തിക്കുന്നത്. അത് നമുക്ക് വേണ്ടിയാ, നമ്മുടെ എഡിഫിക്കേഷന് വേണ്ടി, നമ്മൾ ആത്മീയമായി വളരാൻ വേണ്ടി. അതിനാണ് പ്രാർത്ഥന ഉപവാസമൊക്കെ. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ, വിശ്വാസം. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നമ്മുടെ ഓരോ വിഷയങ്ങൾക്കും നമുക്ക് വിശ്വാസത്തോട് ദൈവകരങ്ങൾ വരാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി നമുക്കവിടെ വിടുതല. ഞങ്ങളെ ശ്രവിക്കുന്ന പ്രേക്ഷകർ നിശ്ചയമായിട്ടും നിങ്ങൾ സ്റ്റംബിൾ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ വിഷയത്തിന് മുമ്പിൽ എന്ത് ചെയ്യും എന്ന് ഭാരപ്പെട്ട് വേദനിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കർത്താവിൽ വിശ്വസിക്കൂ. അപ്പൊ എങ്ങനെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ചോദിക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും. ഈ ദൈവത്തിന്റെ വചനത്തിൽ എന്താ ഉള്ളതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ പറഞ്ഞ രോഗശാന്തി മക്കളുടെ അപ്പം, മക്കളെങ്കിലും അവകാശികൾ. അതറിഞ്ഞാലല്ലേ നമുക്കത് ഏറ്റെടുക്കാൻ ഒക്കത്തുള്ളൂ. ഇവിടെ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഇതിന്റെ പേര് തന്നെ ഇതാ സ്വർഗത്തിന്റെ താക്കോൽ എന്നാ. ദിസ് ഇസ് റിയലി ഒരു സ്വർഗത്തിന്റെ താക്കോൽ തന്നെയായത്. ഇതിനകത്ത് 34 സബ്ജക്ട്സ് ഉണ്ട്. കടഭാരമുള്ളവരെ, ഞെരുക്കമുള്ളവരെ, കുടുംബ പ്രശ്നമുള്ളവരെ, മക്കളുടെ വിവാഹം നടക്കാത്തത്, അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവരെ, അതുപോലെ പൈശാചിബന്ധനത്താൽ ഭാരപ്പെടുന്നവരെ, യു നെയിം ഇറ്റ്. 34 വിഷയം എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് വന്നു. ഈ ഓരോ വിഷയങ്ങളുടെയും താഴെ 10, 50, 100 വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ. ഈ വചനം എഴുതിയൊരു പുസ്തക രൂപേണ ആയത് ഓഡിബിൾ വോയിസ് കേട്ട ഞങ്ങളുടെ കൂടെ ഉള്ള പ്രയർ ടവറിലുള്ള ഒരു സിസ്റ്റർ വെളുപ്പിനെ 3 മണി 4 മണി സമയത്ത് ഈ സബ്ജക്റ്റ് കൊടുക്കും. എന്നിട്ട് ഈ വചനങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കും. അത് എഴുതി കൊണ്ടുതരും. നമ്മളത് നോക്കുമ്പോൾ ഒരു കൺകോർഡൻസ് പോലും ഇത്രയും ഭംഗിയായിട്ട് പറ്റത്തില്ല. അതുപോലെ മുത്തുമാല കോർത്തിണക്കിയതുപോലെ വചനങ്ങൾ. ഈ വചനം വിശ്വാസത്തോട് നാം ഏറ്റു പറയുമ്പോൾ നമുക്ക് അവിടെയാ വിടുതൽ. ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടുകൂടെ ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഇത് നമ്മൾ ബുക്കാക്കാൻ വളരെ ശ്രമിച്ചു. ആദ്യം തമിഴിലായിരുന്നു, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ദിസ് ഇസ് സോ പവർഫുൾ. എന്ത് വിഷയമാണെങ്കിലും നമ്മൾ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കണം, അത് ഗ്രഹിക്കണം. ആ വചനം നമ്മൾ ഏറ്റു പറയണം. അത് നമ്മൾ വിശ്വാസത്തോടെ ഏറ്റു പറയുമ്പം അവിടെ നമുക്ക് വിടുതല കിട്ടുക. ഈ ബുക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും. ദിസ് വിൽ ബി എ കീ ടു ഓപ്പൺ ദ ഹെവൻ. അതിന് യാതൊരു സംശയവുമില്ല. നിശ്ചയമായും കിസിയായുടെ ടെസ്റ്റിമണി നിങ്ങളെ തട്ടി ഉണർത്തട്ടെ. ഈ പ്രായക്കാരായി ഇതുപോലെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത കമ്മിറ്റ്മെന്റ്, തൻ്റെ വിശ്വാസം, അത് നമുക്കൊരു മാതൃകയാകട്ടെ. അതിന് പ്രാരംഭമായി അവൾ എങ്ങനെ ഒരു ദൈവവൈതലായി തീർന്നു, അതുപോലെ നമുക്കൊരു ദൈവവൈതലായി തീരാം. അതിനുവേണ്ടി യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിച്ചുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷകളോ പ്രാർത്ഥന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം ബെതസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481243039, 6533329. മൊബൈൽ നമ്പർ 9447578202. ഇമെയിൽ mariammathampi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല. ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. മനസ്സുറപ്പ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനുഭവം പങ്കുവച്ച ബൾഗേറിയയിലെ മെഡിസിന് 5th ഇയർ പഠിക്കുന്ന കെസിയയാണ്. താൻ തുടർന്ന് തന്റെ അനുഭവം നമ്മോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഞാൻ ബൾഗേറിയയിൽ പഠിക്കുന്നു. ചേച്ചി ആന്റി പറഞ്ഞ പോലെ ബൾഗേറിയയിൽ എത്തിയ സമയം തൊട്ട് ദൈവം എന്നെ അവിടെ അയച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ദൈവം എന്നെ അയച്ചു. അത്ഭുതകരമായി വിശ്വാസത്തിൽ ഉറപ്പിച്ച് ദൈവം എന്നെ അയച്ചു. നമ്മുടെ അസാധ്യങ്ങളെല്ലാം സാധ്യമാക്കി, അല്ലേ? സാധ്യങ്ങളെ സാധ്യമാക്കി വിശ്വാസം ഉറപ്പിച്ച് കൊണ്ടിട്ടു അങ്ങോട്ട്. അപ്പൊ കൂടുതൽ മാർക്ക് കിട്ടുന്നതിനകത്തല്ല ഇല്ല, കൂടുതൽ മാർക്ക് കിട്ടുന്നതിനകത്തല്ല. കാരണം എന്റെ ഒരു ടീച്ചർ പുള്ളിക്കാരത്തേക്ക് 95% ഉണ്ടായിരുന്നു മദ്രാസ് എക്സാമില്. എന്നിട്ട് പുള്ളിക്കാരത്തി ഓർത്ത് ഡോക്ടർ ആവും, അതിനുള്ള എല്ലാ മെറിറ്റ് സീറ്റിലുള്ള എല്ലാ ഷീ ഹാഡ് ദ എലിജിബിലിറ്റി. പുള്ളിക്കാരത്തിക്ക് എല്ലാ എലിജിബിലിറ്റിയും ഉണ്ടായിരുന്നു അത് കിട്ടാൻ. പക്ഷേ മാർക്കുകൾ മാറി, പേപ്പറുകൾ മാറി, എന്തൊക്കെയോ നടന്ന് അത് മൊത്തം കംപ്ലീറ്റ്ലി ഔട്ടായി. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, ദൈവത്തിന്റെ ഹിതം ഞാൻ ടീച്ചറാകാനായിരുന്നു, അതുകൊണ്ട് ഞാൻ ടീച്ചറായി. അപ്പൊ മാർക്കിലല്ല എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരനാണെങ്കിൽ 52% എങ്ങാണ്ടേ ഉള്ളായിരുന്നു 12th സ്റ്റാൻഡേർഡിൽ. എന്നിട്ട് പുള്ളിക്കാരനെ ദൈവം
Texas A&M University, engineering college, one of the top colleges in United States. പുള്ളിക്കാരനെ അങ്ങോട്ട് ദൈവം അയച്ചു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ വിളിയാണ്. ദൈവത്തിന്റെ ഹിതം എന്താണോ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ വിശ്വാസം, കാരണം ആന്റി പറഞ്ഞ പോലെ വിശ്വാസം ഇല്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. വിശ്വാസത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ നമ്മൾ മാർക്ക് അല്ല നമ്മളെ മുന്നോട്ട് കയറ്റുന്നത്, നമ്മുടെ വിശ്വാസം, നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുക്കുന്നോ, ദൈവത്തിന്റെ ഹിതം. കാരണം ദൈവം നമ്മുടെ അപ്പനാണ്. ദൈവം അപ്പനാകുമ്പോൾ ദൈവം നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണ്ടി കരുതുള്ളൂ. ദൈവത്തിനറിയാം എവിടെ നമ്മളെ ഇട്ടാൽ നമ്മൾ എക്സൽ ചെയ്യുവാണ്, അല്ലെ? എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ, ഏറ്റവും നന്നായി നമ്മൾ എവിടെ ആകും, എവിടെ മുന്നേറാൻ പറ്റും ദൈവത്തിനറിയാം. എല്ലാം ബ്ലൂ പ്രിന്റ് കർത്താവ് നേരത്തെ ബ്ലൂ പ്രിന്റ് ആക്കി വെച്ചിരിക്കുക. നമ്മള് ആ ക്ലിയർ ഗൈഡൻസോടെ എവറി ഡേ ദൈവഹിതം അനുസരിച്ച് മുമ്പോട്ട് പോയാൽ വി ക്യാൻ റിസീവ് ദ ബെസ്റ്റ്. അല്ലാത്തപ്പോ നമുക്ക് ചിലപ്പം വീഴ്ചകൾ വന്നു. സെക്കൻഡ് പ്ലാൻ ഉണ്ട്, സെക്കൻഡ് പ്ലാൻ ഇസ് നെവർ ആസ് ബെസ്റ്റ് ആസ് ദ ഫസ്റ്റ് പ്ലാൻ. സെക്കൻഡ് ബെസ്റ്റേ ആകത്തുള്ളൂ. സെക്കൻഡ് ബെസ്റ്റേ ആകത്തുള്ളൂ. നിങ്ങളെ കേൾക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ കെസിയ പറയുന്ന കാര്യം, ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങള്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ എത്തി. ഞങ്ങളുടെ കുഴപ്പമില്ലാതെ പോയി. ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ ചർച്ചിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല എങ്ങനെ ആ ചർച്ചിൽ എത്തിയെന്ന്. ചർച്ചിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ചർച്ചിൽ നമുക്ക് കിട്ടേണ്ട, നമ്മളെ ഒരു റിവൈവലിസ്റ്റ് ചർച്ചിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ദൈവസാന്നിധ്യത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ചർച്ചിൽ നിന്ന് അവിടെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് അങ്ങ് ഡ്രൈനസ് ഒത്തിരി തോന്നി. പക്ഷെ ദൈവം വിളിച്ച സ്ഥലമല്ലേ, അപ്പൊ ദൈവം എന്നെ കാണിച്ചു കൊണ്ട് നിർത്തിയതല്ലേ. അപ്പൊ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള കൃപ തരണം. ഐ നോ മൈ സ്റ്റാൻഡ്. ദൈവം പറഞ്ഞു, ഇതാണ് നിന്റെ സ്ഥലം, നിന്നെ ആക്കിയിരിക്കുന്നത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് വിനിഷ്ടം തുടങ്ങി. ഞാനൊരു ദിവസം രാത്രി ഞാൻ ഭയങ്കര ഇല്ലായിരുന്നു, ചെസ്റ്റ് കൺജഷൻ ആയിട്ട് എനിക്ക് അനങ്ങാനും മേല, എനിക്ക് ബ്രീത്ത് ചെയ്യാനും മേല, ഒന്നും ഇല്ല, കംപ്ലീറ്റ് കൺജഷനിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് പക്ഷെ എനിക്ക് ദൈവസാന്നിധ്യം വേണം. എനിക്ക് ദൈവസാന്നിധ്യം എവിടെയെങ്കിലും പോയി ദൈവസാന്നിധ്യം കിട്ടാൻ അനുഭവിക്കണം. വല്ല ബനിഹിന്റെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ടി വിയിൽ ഓൺ ചെയ്യാൻ. അവിടെ ക്രിസ്ത്യൻ ചാനൽസ് കിട്ടത്തില്ല, കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെയെല്ലാം ഒന്നും കുറച്ച് ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹം ദൈവത്തോട് ഞാൻ അന്ന് ഉള്ളത്തിൽ നിന്ന്, കാരണം എനിക്ക് വാ തുറക്കാൻ മേല. അപ്പൊ ഉള്ളത്തിൽ ഞാൻ കരഞ്ഞു. ോട് പറഞ്ഞു, എനിക്ക് ദൈവസാന്നിധ്യം ഇപ്പൊ ഇവിടെ ഇറക്കണം, അല്ലേ ഞാൻ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇറ്റ്സ് ലൈക്ക് എ നെസസിറ്റി. ഒരു നമ്മള് ശ്വസിക്കുന്നത് പോലെ അത്ര അത് വേണം എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഏറ്റവും തകർന്നിരിക്കുക അല്ലെ, വീട്ടിൽ നിന്ന് ഏറ്റവും ദൂരെയായിട്ടിരിക്കുന്നു, ചെസ്റ്റ് കൺസ്ട്രക്ഷൻ ആയിട്ട് ശ്വാസം വിടാൻ വയ്യാത്ത അവസ്ഥയല്ല. അവിടെ ദൈവം തന്നെ ഇറങ്ങി വരണം. ഞാൻ ദൈവത്തോളം ദൈവം ഇറങ്ങി വരണം, എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വേണം. കാരണം ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടെന്ന്. ആ സന്തോഷമാണ് നമ്മുടെ ബലം. And we need that. Sometimes it's more necessary than water or air. വെള്ളത്തിന് വായനേക്കാട്ടിലും നിർബന്ധമാണ്. മാനീർത്തോടുകൾക്ക് വേണ്ടി കാംക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ നിനക്ക് വേണ്ടി കാംക്ഷിക്കുന്നല്ലേ പറയുന്നത്. അപ്പൊ ആ ഒരു നിന്നപ്പോഴത്തേക്ക് എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെയും ദൈവത്തെ കണ്ടിട്ടില്ല, അല്ല എനിക്കിങ്ങനെ വിഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല അതുവരെ. അന്ന് എനിക്ക് 3 പേര് എന്റെ മുറിയിൽ കയറി വന്ന എനിക്കറിയാം. 3 people and God told me in my heart. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അകത്തും ദൈവം പറഞ്ഞു, ഞങ്ങൾ 3 പേര് ഇവിടെ ഉണ്ട്, നിനക്ക് എന്താ വേണ്ടത്, what do you want? അപ്പൊ എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ ദൈവം പറഞ്ഞു, നീ റെഡിയാണോ എനിക്ക് വേണ്ടി വല്ലതും ചെയ്യാനെന്ന്. ഞാൻ പറഞ്ഞു, ഐ ആം റെഡി. എനിക്ക് ദൈവസാന്നിധ്യം വേണം, ദൈവസാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവ് എപ്പോഴും എന്റെ കൂടെ ദൈവസാന്നിധ്യം വേണം. അപ്പം ദൈവം പറഞ്ഞു, ഓക്കെ, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, ഞാൻ നിന്നെ ചുമ്മാതല്ല ഇവിടെ കൊണ്ടുവന്നത്, ഈ രാജ്യത്തിൽ എനിക്ക് ഭാരമുണ്ട്, ഈ രാജ്യം നീ എനിക്ക് വേണ്ടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഐ ആം റെഡി, ഐ വിൽ ടേക്ക് ദിസ് ബർഡൻ. ഞാൻ ദൈവം എന്നോട് പറഞ്ഞു, നീ അവിടെ ഏറ്റവും വലിയൊരു സ്ഥലം, അപ്പം 1 വർഷമായി കണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിന് മുമ്പേ രാജ്യത്തിന് വേണ്ടി എനിക്ക് ഭാരം, കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഖത്തറിലായിരുന്ന സമയത്ത് തന്നെ നേഷന് വേണ്ടി ഒരു ഭാരം ഉണ്ടായിരുന്നു. അപ്പൊ ഖത്തറിന് വേണ്ടി ഞാൻ ഇരുന്നാൽ തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, ഞാൻ ഖത്തറിന് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ്ങില ചർച്ച് ഖത്തറായിരുന്നു മെയിൻ. അതുപോലെ ബൾഗേറിയ ചെന്നപ്പോഴത്തേക്ക് ബൾഗേറിയ എന്റെ ഹൃദയത്തിൽ കയറി, പാഷൻ, ഒരു ലവ്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. 1 hour സ്പെൻഡ് ചെയ്ത ആ നേഷൻ, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവനോട് പറഞ്ഞു, നീ ഇവിടെ ഒരു വലിയ സ്ഥലം കാണിക്കുക. അപ്പൊ ഞാൻ ഒരു വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് അവിടെ അടുത്ത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, അലക്സാണ്ടർ നെവ്സ്കി സ്റ്റേഡിയം. ദൈവം പറഞ്ഞു, നീ വിശ്വസിക്കുന്നു അവിടെ ഞാൻ
ഇറങ്ങി വരും, അനേകർ യേശുവിനെ അറിയുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വിശ്വസിക്കാം. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് പിക്ചർ എന്റെ മനസ്സിൽ ആദ്യമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. ആ സമയത്ത് എന്നോട് എന്റെ ഈ ഹാർഡ് ടൈമിങ് നമ്മൾ ദൈവത്തെ വേണം എന്ന് ഡെസ്പറേഷൻ, ടോട്ടൽ ഡെസ്പറേഷൻ. അപ്പൊ ദൈവം ഇറങ്ങി വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞു. ഓക്കെ, ഞാൻ ചെന്നപ്പോ ഞങ്ങള് ഒരിക്കലും 6-7 മാസമായി ചർച്ചിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഐ വാസ് ക്വയറ്റ്. കാരണം ഞാൻ അതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ചർച്ചിലായിരുന്നപ്പം ഐ വുഡ് ബി ഇൻ വർഷിപ്പ് ടീമിലുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷെ ആ വർഷം ഞാൻ ചെന്ന വർഷം ദൈവം നമുക്ക് ന്യൂ ഇയറിന് വാക്യം കിട്ടുമല്ലോ, വാക്യം തന്നത് humble yourself under the mighty hand of God and in due time he will exalt you. So true. വെലമുള്ള കൈക്കീൽ താണ്ടിരിക്കുക, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുവാൻ. മോളെ, അപ്പൊ അങ്ങനെ ആ ഒരു പ്രസൻസ് 3 പേര് മുറിയിലേക്ക് കയറി വരുന്ന മോൾ ശരിക്കും അനുഭവിച്ചു. ശരിക്കും അത് കഴിഞ്ഞ് യു ഗോട്ട് ഫ്രീ ഫ്രം യുവർ ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻസ്റ്റന്റ് ഹീലിംഗ് ആയിരുന്നു. മോക്ക് അപ്പൊ ആ സമയത്ത് കർത്താവോട് സംസാരിച്ചത് നിനക്കൊരു വലിയ ബേർഡൻ തരികയാണെന്നും ഇവിടെ ഈ സ്റ്റേഡിയം കാണിച്ച് അവിടുത്തെ മീറ്റിംഗിന്റെ കാര്യവും. അപ്പൊ ആ രാജ്യത്തെ കുറിച്ച് മോക്കൊരു ബേർഡനും തന്നു, ഒരു റെവലേഷനും തന്നു ദൈവം. ഇങ്ങനെ കേൾക്കുന്ന പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഓൾവേസ് എവ്രി ടൈം എപ്പോഴും ഒരു ബ്രോക്കൺനെസ്സിൽ നിന്നാണ് എന്തെങ്കിലും ബർത്താകുന്നത്. ഒരു തകർച്ചയിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും നല്ലത് ഉരുവായി വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ വായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ നിരസിക്കുകയില്ല. കിസിയായുടെ കർത്താവിന് സംസാരിക്കാനുണ്ടായിരുന്നു, എന്നാൽ അവളെ ആ ഡെസ്പറേറ്റ് അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അവിടെയാണ് കർത്താവ് നമുക്കിവിടെ ഇറങ്ങി വരുന്നത്. കർത്താവെ, നീ അല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ ഇവിടെ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ, നിന്റെ സാന്നിധ്യം എനിക്ക് ഏറ്റവും ആവശ്യമാണ് എന്ന് ഉള്ളുരുകി കർത്താവിനോട് പറഞ്ഞ മാത്രയിൽ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ കേട്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ നിലവിളിക്കുന്ന ഏവർക്കും വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണോ? നമ്മുടെ ഹൃദയമാ കർത്താവ് കാണുന്നത്, നമ്മുടെ ആവശ്യകത, നമ്മുടെ ആ ഡെസ്പറേറ്റ് കണ്ടീഷൻ. ആ സമയത്ത് വന്ന് അതിൽ നിന്ന് ചിലത് വലിയതുളവായി വരും. നമ്മൾ പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആരെല്ലാം തകർച്ചയിൽ കൂടെ കടന്നുപോയി, അവരിൽ കൂടെ ദേശങ്ങൾക്ക് കർത്താവ് എന്താക്കി, അവരിൽ കൂടെ നന്മ കർത്താവ് ഉണ്ടാക്കി ഉളവാക്കി. ജോസഫിന്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പലർക്കും താനെ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടു, പോത്തിഫറിന്റെ ഭവനത്തിൽ അപവാദങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞു വരുത്തി, അവസാനം കാരാഗ്രഹത്തിൽ പോയി തന്നെ അവസാനിച്ചു. വളരെ കഠിന ശോധനകൾ. എന്നാൽ ആ ശോധനകൾ കൂടെ ഒക്കെ കടന്നുപോയിട്ട് പിന്നത്തേത് നാം കാണുന്നത് ഫറവോന്റെ സെക്കൻഡ് പേഴ്സൺ, ദ ഹോൾ നേഷൻ അവനെ ആക്കി തീർക്കുന്നതാണ്. അനേകർ ലോകമെമ്പാടും അന്നത്തെ കാലത്തുള്ള എല്ലാ നേഷൻസും അവിടെ വന്ന് തന്നിൽ നിന്നാണ് ധാന്യം മേടിച്ചുകൊണ്ട് പോയത്. അപ്പൊ ആ രാജ്യത്തിന്റെ അധിപതിയാക്കി തന്നെ മാറ്റി. ബിക്കോസ് ഹി വെന്റ് ത്രൂ ദ ബ്രോക്കൺനെസ്. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ച് ജീവകിരീടം പ്രാപിക്കും. കിസിയായുടെ ജീവിതത്തിൽ കർത്താവ് പകർന്നു കൊടുത്ത ഒരു കൊച്ചു കാര്യമല്ല. God gave her the burden for the whole nation. ആ നേഷന് വേണ്ടി അതിന്റെ ഒരു വക്താവാക്കി, അതിന്റെ ഒരു ഇന്റർസീഡ് ചെയ്യാൻ അവളെ കർത്താവ് അന്ന് തെരഞ്ഞെടുത്ത് മുദ്രയിടുന്ന ദിവസമായിരുന്നു. എവിടെ നിന്നാണ്? അവളുടെ തകർച്ചയിൽ നിന്ന്. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ തകർച്ചയിൽ കൂടെ, വേദനയിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ദൈവത്തെ വിട്ട് ഓടാനല്ല, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, ദൈവമേ നിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് അവനോട് നിലവിളിക്കാൻ. ആ സമയത്താണ് കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുക മാത്രമല്ല, നിങ്ങളെ അനേകർക്കൊരു അനുഗ്രഹപാത്രമാക്കി കർത്താവ് തീർക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞ, മോശയുടെ കൈ ഉയർന്നിരുന്നത് അപ്പം ജോഷുവയ്ക്ക് ബാറ്റിൽ ഫീൽഡില് ജയമുണ്ടായി. അപ്പൊ എന്ന് പറയുന്ന പോലെ നിന്റെ പ്രാർത്ഥന, എന്റെ ഒരു ഫ്രണ്ടുമാണ്, എന്റെ സിമി, ഞങ്ങൾ രണ്ടുപേരും, നിന്റെ പ്രാർത്ഥന നീ രാജ്യത്തിന് വേണ്ടി എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം ഞാൻ നിന്നെ സ്റ്റഡീസിൽ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. അപ്പൊ സ്പിരിച്വൽ നീ എവിടെ നിൽക്കുന്നോ അതനുസരിച്ച് നിന്നെ ഞാൻ, എവിടെ സ്പിരിച്വൽ നിൽക്കുന്നോ അതനുസരിച്ച് ഞാൻ ഫിസിക്കലി.
അത് ആ സമയത്താണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാം വരുന്നത്. അപ്പൊ ഞങ്ങൾ ശരിക്കിരുന്ന് പ്രാർത്ഥിക്കും. ശരിക്കും രാവിലെ എനിക്കൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മണി തൊട്ട് 12 മണി സമയം പോകുന്ന അറിയത്തില്ല. ജസ്റ്റ് പ്രൈസിങ് ഗാഡ്, വർഷിപ്പിംഗ് ഗാഡ്. 12 മണിക്ക് ആകുമ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല. അതുപോലെ ഒബ്സെസ്ഡ് വിത്ത് സ്റ്റഡി. നമ്മൾ പഠിക്കുന്ന കാര്യം അത് വായിക്കുന്ന അതുപോലെ അകത്ത് കയറി അത് എന്തുകൊണ്ടാണ് എല്ലാം ഗവേഷണം തന്നെ നമ്മൾ ചെയ്ത് പഠിച്ച് എക്സലന്റ് മാർക്സ് ദൈവം തരാൻ തുടങ്ങി. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഹൗ ട്രൂ അല്ലേ? വെരി ട്രൂ. അതിൽ ദൈവം ഞങ്ങളെ കംപ്ലീറ്റ്ലി ഫ്രം ദ ഫസ്റ്റ് ഇയർ തൊട്ട് അനാറ്റമി എക്സാംസ്, എല്ലാ എക്സാം, ഫിസിയോളജി എല്ലാ എക്സാംസ് ഹാർഡ് എക്സാംസ് ആയിരുന്നു. അനാറ്റമിയുടെ ടൈമിൽ, എക്സാമിന്റെ ടൈമിൽ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ 2 ഫ്രണ്ട്സ് ഒരു മുറിയിൽ കയറി വന്നു. അപ്പൊ ഞാനും സിമ്മിയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് ഞാൻ ഇങ്ങനെ എന്റെ കാര്യം പറഞ്ഞു, ദൈവം ഇറങ്ങി വന്നു. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഭയങ്കര സന്തോഷമായി. അത് നമുക്ക് എങ്ങും കിട്ടാത്തത്. നമുക്കൊന്നാ പപ്പായും മമ്മി ആരുമില്ല ഇവിടെ എന്റർടൈൻമെന്റ് ആയിട്ട് പോലും. ദൈവത്തിന്റെ സാന്നിധ്യം ഭയങ്കര എന്റർടൈൻമെന്റാ, ഇത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ 2 ഫ്രണ്ട്സ് ആയിരുന്നു. അവര് വന്ന് ഞങ്ങൾക്കും ഇത് കിട്ടുമോന്ന് ചോദിച്ചു. അപ്പൊ ഇരിക്കാം, നമുക്ക് നോക്കാം, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരുമെന്നല്ലേ. അപ്പൊ അവര് 2 പേരും ഞങ്ങൾ നടുക്ക് വന്നിരുന്നു. ഞങ്ങൾ കൈ കൊടുത്ത് ജസ്റ്റ് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ദൈവശക്തി അവരുടെ ദേഹത്തോട്ട് ക്രൈം, അവർ നിലവിളിച്ചു വാ വിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഇടയ്ക്ക് കരയുന്ന കൂട്ടത്തിൽ പറയാ, ഓക്കെ ആണോ, ഇങ്ങനെ സംഭവിക്കുന്നത് പ്രശ്നമില്ലല്ലോ, നിനക്ക് സാരമല്ല, കാര്യം പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്ന് അവരെ 2 പേരെ അഭിഷേകത്താൽ ദൈവം നിറച്ചു. ടങ്സ് വരെ കൊടുത്തു ദൈവം അവർക്ക്. അന്ന് അവര് തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ ദൈവത്തെ പിൻഗമിക്കാം, ഞങ്ങൾ ഈ അനുഭവം ഞങ്ങൾക്കും വേണം. അങ്ങനെ എന്റെ ഫ്രണ്ട്സ് ബാക്കി കുറച്ച് പേരും ഉണ്ടായിരുന്നു, അവരും വന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മള് രാവിലെ പ്രാർത്ഥന, പിന്നെ പഠിത്തം. തീക്കകത്തോട്ട് എന്തുകൊണ്ടിട്ടാലും അത് കത്തിക്കും. അപ്പൊ ഈ സ്വർഗീയ അഗ്നിക്കകത്ത് വന്ന് വീടുമെല്ലാം കത്താൻ തുടങ്ങി. എല്ലാരും കത്താൻ തുടങ്ങി. അങ്ങനെ ദൈവം അങ്ങനെ വിശ്വാസം അവരുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കാൻ, അവരുടെ എക്സാംസ് ദൈവം അനുഗ്രഹമാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ മാത്രമല്ല, എന്റെ ഹോൾ ഗ്രൂപ്പ് അനുഗ്രഹിക്കാം. അതുവരെ ഞങ്ങൾക്ക് ഫോറിൻ സ്റ്റുഡൻസിന് വലിയ പേരില്ല. നോഴപ്പം പിള്ളേരാ, ടീച്ചർമാർക്കും വലിയ സന്തോഷമില്ല പഠിപ്പിക്കാൻ, എല്ലാവർക്കും പൈസക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു തിങ്കിങ് ഉണ്ടായിരുന്നു. അതോടെ അവർ പറയാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ജൂനിയേഴ്സ് വരാൻ തുടങ്ങി, പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനെ പോലെ ആകണം, ആ ഗ്രൂപ്പിനെ നിങ്ങൾ നോക്ക്, അവർക്ക് ദൈവം ആകണമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവരെ പോലെ നിങ്ങൾ ആകണം. So you are outstanding among all the students, അല്ലേ? ദൈവത്തോട് കൂടെയുള്ളവർ. ഇതാ ദൈവം ചെയ്തത്. അത് ദൈവം ചെയ്തത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു അത്രത്തോളം ദൈവം വിജയം. മോളെ, ഇന്ന് ആ പ്രമാണം ഇന്ന് അനേകർക്ക് അറിയത്തില്ല. കർത്താവ് പറഞ്ഞ ഇതാണ്, മുന്നമേ അവന്റെ നീതിയും രാജ്യം അന്വേഷിപ്പേ, അതോടുകൂടെ സകലവും. ആ സകലത്തിനകത്ത് പഠിത്തം വന്നു, ഹീലിംഗ് വന്നു, നമ്മുടെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിംഗ് വന്നു, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വന്നു, എവറിത്തിങ് ഇസ് ദയർ. പക്ഷെ ഇന്ന് ലോകത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്ക് എല്ലാം ഒന്ന് ശരിയാകട്ടെ, എന്റെ പ്രോബ്ലം എല്ലാം തീരട്ടെ, അപ്പൊ ഞാൻ ദൈവത്തെ വിളിക്കാം. പക്ഷെ ദൈവത്തിന്റെ പ്രമാണപ്രകാരം മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. ദാറ്റ് സോ ട്രൂ. മോളോട് പറഞ്ഞത്, നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുമോ അത്രത്തോളം അനുഗ്രഹം, അല്ലേ? നിശ്ചയമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിരുന്ന വ്യക്തിയാ. നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദേശത്തിന്മേലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേലും ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, യുദ്ധക്കളത്തിൽ എല്ലാവരും വിജയം കുന്നിന്റെ മുകളിലായിരുന്നു. മോശയുടെ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം ദാറ്റ്സ് പ്രയർ, അല്ലേ? അപ്പൊ നാം പ്രാർത്ഥിക്കുന്ന അനുസരിച്ചാണ് ദേശത്തിന്മേൽ വിടുതലുകൾ നടക്കുന്നത്. പല അത്ഭുതങ്ങളും വിടുതലുകൾ നടക്കും. പലരും എന്നോട് ചോദിക്കും, എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്? ഒരു ആൻസറേ ഉള്ളൂ, ബിക്കോസ് there is a group who is praying all the time. നമ്മൾ ക്ലോസറ്റിൽ നമ്മൾ തന്നെ ഇരുന്ന് ദൈവത്തോട് പറയുന്നു, ബട്ട് വെൻ ഗോഡ് ആൻസേഴ്സ്, ഹി ആൻസേഴ്സ് പബ്ലിക്ലി. അപ്പൊ അതുകൊണ്ട് ആ നന്മ, ആ അനുഗ്രഹം, പക്ഷെ ആ സീക്രട്ട് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നു, അല്ലേ? ഇത് അനേകർക്ക് ആ സീക്രട്ട് അറിയത്തില്ല. ഐ എം സോ ഹാപ്പി. ഞങ്ങളെ കേൾക്കുന്ന പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, പിള്ളേര് ഇത് മനസ്സിലാക്കണം. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. നമ്മൾ രാവിലെക്കോളം കുത്തിയിരുന്ന് കട്ടൻ കാപ്പിയും കുടിച്ച് എങ്ങനെയെല്ലാം പഠിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് അവനെ വിളിച്ചപേക്ഷിച്ച്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങള് 1972-73 ചങ്ങനാശ്ശേരിയിലായിരുന്നു. ICPF ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഉടലെടുത്തത്. അപ്പൊ വലിയ സ്റ്റുഡൻസിന്റെ SB കോളേജ്, അസംഷൻ കോളേജ്, NSS കോളേജ് ഒക്കെ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു രാജു ബിനീസർ, ഒരു ജെയിംസ്, ഒരു മാത്യു ജോർജ്, ഈ പിള്ളേരെല്ലാം കോളേജ് പഠിക്കുക.
ഇവരെന്നും വരും. തമ്പിച്ചാൻ പറയും ഒറ്റ വർണ്ണത്തിന് ഇങ്ങോട്ട് കണ്ടുപോകരുത്, നിങ്ങൾ പോയി പഠിക്കേ, നിങ്ങൾ പഠിക്കുന്ന സമയ. എന്നാലും എക്സാമിന്റെ 2 ദിവസം മുമ്പ് വരെ അവരവിടെ വരും. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ 2ഉം 3ഉം സബ്ജക്ട്സിന് ഇവർക്ക് സ്റ്റേറ്റ് റാങ്കാ. അതെന്താ കാണിക്കുന്നത്? യഹോഭക്തി, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവസന്നിധിയിലേക്ക് സമയം ചെലവഴിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് അവരെല്ലാം ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി. അപ്പൊ ഓരോ കാലങ്ങളിൽ മോഡേൺ ജനറേഷൻ വന്നപ്പോ കർത്താവ് ബൾഗേറിയയിലും നോക്കാൻ സത്യം വെളിപ്പെടുത്തുന്നത് അല്ലേ? അതിന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിലാണ് ദൈവം ഈ ഒരു വിഷൻ തന്നത്. അപ്പൊ ഞാൻ അതുവരെയും ക്വയറ്റ് ആയിരുന്നു ചർച്ചില്. നമ്മൾ ഒരു കാര്യം പഠിക്കണ്ട, ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് വിളിച്ചു കഴിഞ്ഞാൽ ദൈവം വിളിക്കുന്നത് വരെ നമ്മൾ ക്വയറ്റ് ആയിട്ടിരിക്കണം. എടുത്ത് ചാടാൻ പാടില്ല. ഇപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താന്നിരുന്നാൽ ദൈവം നമ്മളെ കറക്റ്റ് ടൈമിൽ സമയത്ത് ഉയർത്തും. അപ്പൊ എനിക്ക് തോന്നുന്നൊരു 1 year ഓൾമോസ്റ്റ് ക്വയറ്റ് ആയിട്ട് ചർച്ച് ലൈക്ക് എ നോർമൽ അറ്റൻഡി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ഈ വിഷൻ കിട്ടിയപ്പോ എനിക്ക് ദൈവം പറഞ്ഞത് ഞാൻ പാസ്റ്ററിനോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നത് ഓൾ മൈ ഗട്ട്സ് എല്ലാം എടുത്ത് ഞാൻ ചെന്ന് പാസ്റ്ററിനോട് ഇക്കാര്യം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു വെയിറ്റ്, അവിടെ നിൽക്കാൻ പറഞ്ഞു, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിഷൻ ആക്കാൻ ദൈവം പറഞ്ഞത് ഇതുപോലെ വലിയ സ്റ്റേഡിയത്തിനകത്ത് നടത്തും. അപ്പം പുള്ളി പറഞ്ഞു ഇത് ആദ്യത്തെ ആളല്ല, ദിസ് ഇസ് കൺഫർമേഷൻ. പാസ്റ്റർ അന്ന് തൊട്ട് പാസ്റ്റർ പറഞ്ഞു ഇനിയും തൊട്ട് ഞാൻ നിന്നെ വിളിക്കും പ്രാർത്ഥിക്കാൻ, ചർച്ചിന് മുന്നേ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിലാണ് പ്രാർത്ഥിക്കുന്നത്, അവിടെ എല്ലാം ബൾഗേറിയൻ ചർച്ചാ. അപ്പം അവർ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല ഇംഗ്ലീഷിൽ. ഭൂരിഭാഗം ആൾക്കാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല. എനിക്ക് പക്ഷെ ബൾഗേറിയനിൽ പറയാൻ പാടാം. അപ്പൊ പക്ഷെ സാരമില്ല, നിന്നെ വിളിക്കുമ്പോ നീ വന്ന് ഇംഗ്ലീഷ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ എനിക്കപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് ഉള്ളിൽ. പക്ഷെ ദൈവം അനേകർക്ക് സൗഖ്യത്തിന്റെ സമയത്ത് ഞങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം ഞാൻ പോലും അറിയാതെ, ഞാൻ പ്രാർത്ഥിച്ചാന്ന് അറിയത്തില്ല, അമ്മച്ചിമാരൊക്കെ വന്ന് എനിക്ക് ഈ ചോക്ലേറ്റ് കൊണ്ടുതരും. അപ്പോഴ എന്താ കാര്യം, മോള് പ്രാർത്ഥിച്ചതിന്റെ കാര്യത്തിന് എനിക്ക് മോളുണ്ടായ ഒരു കുഴപ്പമൊന്നുമില്ല അല്ലേ എന്തേലും കാര്യങ്ങൾ വന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അതാണ് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. അന്ന് ദൈവദൂതന്മാരാ മോളെടുത്ത് വന്നത്. അവര് വന്ന് പറയുകയും കർത്താവ് മോക്ക് വേണ്ടി മിനിസ്ട്രിയുടെ വാതിൽ തുറന്നു അല്ലേ? അത് കഴിഞ്ഞ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ ഇഷ്ടമായി. അപ്പൊ അവർക്ക് വിശ്വാസത്തിന് വെച്ച കുറവുണ്ടായിരുന്നു. നമ്മൾ കേൾക്കുക രാജ്യത്തെക്കുറിച്ച് അനേക പ്ലാൻസ് ദൈവത്തിനുണ്ട് എന്നുള്ളത് ദൈവം നമ്മളോട് റിവീൽ ചെയ്യുന്നത് റെഡി ടു ലിസൺ. യെസ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. അവർക്ക് ഹോപ്പ് കൊടുക്കാൻ, റിവൈവലിനൊരു ഹോപ്പ് കൊടുക്കാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ദൈവം ചെയ്യാന്നത് കാണാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആണ്. നമ്മൾ നോക്കി എവറി ഡേ വി ആർ വെയിറ്റിംഗ് ഫോർ ഗോഡ്സ് ഇതിനേക്കാൾ വലിയ സന്തോഷം ഒന്നുമില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, യേശുവിന് വേണ്ടി ആ ദേശത്ത് ഫലം കായ്ക്കാൻ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, കെസിയയുടെ ഒരു പവർഫുൾ ടെസ്റ്റിമണിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും അവൾ പറഞ്ഞതുപോലെ നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. കർത്താവിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് പദ്ധതിയുണ്ട്. എന്നാൽ ആർ വി അവൈലബിൾ? കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് എത്രത്തോളം സന്മനസ്സുണ്ട്? കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക ജീവിതങ്ങളെ ഉപയോഗിക്കാനായിട്ട്. ഇന്ന് ലോകമെമ്പാട് ഓരോ രാഷ്ട്രങ്ങളെക്കുറിച്ചും, ഭാരതത്തെക്കുറിച്ച്, ഖത്തറിനെക്കുറിച്ച്, ബൾഗേറിയയെക്കുറിച്ച്, ഓരോ രാജ്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഭാരമാണ്. പക്ഷെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക മധ്യസ്ഥന്മാരെ. ആരിടിവ് നിൽക്കും? ആര് പ്രാർത്ഥിക്കും? ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ ആരുണ്ട്? കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നമ്മൾ സൂസൻ ഏബ്രഹാമിന്റെ ടെസ്റ്റിമണി നാം കേട്ടു. തന്നോടും ദൈവം ഇതാ പറഞ്ഞത്, നീ എന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന കൂടാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പോലും കഴിയത്തില്ല. ദൈവജനം പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ദൈവത്തെ അറിയുന്നവര്, ദൈവത്തിൽ വിശ്വാസമുള്ളവരുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ജീവിതങ്ങൾ നമ്മുടെ ഭർത്താവിനും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് ദൈവത്തിന്റെ ഹൃദയമാണ്. നമ്മളെ ദൈവം രക്ഷിച്ചത്, കർത്താവ് നമ്മളെ ഈ വലിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് നാം മാത്രം സ്വർഗത്തിൽ പോകാനല്ല, നശിച്ചു പോകുന്ന അനേക ജീവിതങ്ങളെ യേശുവിലേക്ക് നയിക്കുവാൻ. നിശ്ചയമായിട്ട് മോള് പറഞ്ഞു, അവിടെ പോയി പ്രാർത്ഥിച്ചു.
അവർക്ക് ബൾഗേറിയൻ ഭാഷ അറിയത്തില്ല. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനേകരും വന്ന് ചോക്ലേറ്റ് കൊടുത്തു. മോള് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യമായി. നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആരുടെയും കഴിവും എടുക്കുമല്ല. നാം പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കുക. വിശ്വാസത്തോടുകൂടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. അവിടെയാണ് സൗഖ്യവും വിടുതലും ഒക്കെ നടക്കുന്നത്. അവിടെ ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകര് ഈ വലിയ വിശ്വാസം, ഒരു കൊച്ചുകുട്ടിയാണ് അവളുടെ ജീവിതത്തിലെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തിൽ കൂടെ അവൾ എന്തെല്ലാം നേടിയെടുത്തു. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവളെ കഷ്ടത നടുവിൽ കർത്താവ് ഇറങ്ങി വന്നു. നിശ്ചയമായി നിങ്ങൾ ഇതുപോലെ വേദനിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിളിച്ചപേക്ഷിച്ച ആൾ കർത്താവ് ഉത്തരവാദില്ലോ. നമ്മൾ ഈ പഠിത്തത്തിൽ നിങ്ങൾ അപ് ടു ദ ലെവൽ അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് അടുക്കൂ. യഹോഭക്തി നിങ്ങൾക്ക് വിശുദ്ധം തരും, ജ്ഞാനം തരും, നല്ല മാർക്കോട് പാസ്സാകാൻ നിങ്ങൾക്ക് ഇടയായിത്തീരും. നിശ്ചയമായിട്ടും യേശുവിങ്കിൽ നിന്നുള്ള സൗഖ്യവും വിടുതലും നാം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ആദ്യം ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ്, എന്ന് പറഞ്ഞാൽ ആരും ഇത് മിസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ്, ഏത് സൗഖ്യത്തെക്കാളും ഏത് വിടുതലിനേക്കാൾ വലിയ വിടുതലാണ് ഒരു പാപിയുടെ രക്ഷ. എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും, ഡോക്ടർമാർക്കോ വേറെ ഒരു ശക്തിക്കോ ചെയ്യാൻ വയ്യാത്താണ് ഒരു പാപിയെ രക്ഷിക്കാന്നുള്ളത്. അത് യേശുവിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. യേശു നിങ്ങളെ വിളിക്കുന്നു. ആ യേശുവിലേക്ക് കടന്നു വന്ന്, യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, യാഗമായി എന്നെയും നിന്റെ പൈതലാക്കി തീർക്കണമേ എന്നൊരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് നിങ്ങളെ തന്റെ പൈതലാക്കി മാറ്റും. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, ഈ പ്രക്ഷേപണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആര് തന്നെയായാലും വേദനിക്കുന്ന ഹൃദയവുമായി രോഗവുമായി ആശ്വാസമില്ലാതെ പല നിലകളിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ കാണാം. കർത്താവ് ഈ സമയം നീ അവരെ തൊടണമേ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന നിനക്കാനെ സൗഖ്യമാക്കും. നിന്റെ വചനം പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾക്ക് വിടുതലും സൗഖ്യവും ഞാൻ അവകാശപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ രോഗശാന്തി ശക്തി ഈ സമയം തന്നെ ജീവിതങ്ങളിൽ വ്യാപരിക്കുകയും അവരെ വിട്ടുവയ്ക്കുകയും ഉദ്ധരിക്കുകയും സമാധാനത്താൽ സന്തോഷത്താൽ അവരെ നിറയ്ക്കുകയും നിന്റെ കുഞ്ഞുങ്ങളാക്കി അവരെ തീർക്കുകയും ചെയ്യുമാറായി എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ വിരമിച്ചോളൂ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷകളോ പ്രാർത്ഥന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം ബെതസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 048124303029, 6533329. മൊബൈൽ നമ്പർ 9447578202. ഇമെയിൽ mariammathampi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശപർവ്വതത്തിൽ വിതയ്ക്കുന്നില്ല, അവനവനവകാശം ന്യായമായി കൊടുക്കും മനസ്സേ.